പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലുള്ള കോശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിസിക്സ് ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാ ടോപ്പിക്കും ഒന്നിച്ച് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കോശം എന്നുള്ളതാണ്. എന്താണ് കോശം എന്ന് പറഞ്ഞാൽ? കോശം എന്ന് പറഞ്ഞാൽ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകത്തിനെയാണ് നമ്മൾ കോശം എന്ന് പറയാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെയാണ് നമ്മൾ കോശം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കോശം എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നത്? സെൽ എന്നുള്ള ഒരു സെല്ലുല അല്ലെങ്കിൽ സെൽ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കോശം എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോശം എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് ഒരു ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആദ്യമായിട്ട് ഒരു കോശത്തിനെ കണ്ടുപിടിച്ച ആളെന്ന് പറയുന്നത് റോബർട്ട് ഹുക്ക് ആണ്. ഓക്കെ, റോബർട്ട് ഹുക്ക്. അപ്പോൾ നമ്മൾ ഈ കോശവിജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്താ? കോശത്തിനെ കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് കോശവിജ്ഞാനിയും അല്ലെങ്കിൽ സൈറ്റോളജി എന്ന് പറയുന്നത്. സൈറ്റോളജിയുടെ പിതാവായിട്ട് നമ്മൾ പറയുന്നത് ഈ റോബർട്ട് ഹുക്കിനെയാണ്. ഓക്കെ, അപ്പോൾ ലളിതമായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ കോശങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാന്ന് വെച്ചാൽ റോബർട്ട് ഹുക്കാണ്. ഓക്കെ, കോശം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി റോബർട്ട് ഹുക്കാണ്. കോശത്തെക്കുറിച്ച് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. കോശത്തിനെ കുറിച്ച് റോബർട്ട് ഹുക്ക് എഴുതിയ പുസ്തകത്തിന്റെ പേരാണ് മൈക്രോഗ്രാഫിയ. ഓക്കെ, അപ്പൊ ഇദ്ദേഹം എന്താ ചെയ്തത്? ഇദ്ദേഹം ഒരു മൈക്രോസ്കോപ്പിലൂടെ ഒരു ഓക്ക് മരത്തുനിന്ന് എടുത്തൊരു അതിന്റെ പുറത്തുള്ള ഒരു കോർക്ക്, നമ്മൾ ആ പുറം പാളി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് അദ്ദേഹം സ്വയം നിർമ്മിച്ചെടുത്ത ഒരു മൈക്രോസ്കോപ്പിലൂടെ അത് നിരീക്ഷിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് കോശം ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. ഓക്കെ, ചെറിയ ചെറിയ അറകൾ പോലുള്ള ഒരുപാട് ഭാഗങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടു. അതിനെ അദ്ദേഹം സെല്ലാന്ന് വിളിച്ചു. ഓക്കെ, ഈ ഒരു ലാറ്റിൻ പദം എന്ന് പറഞ്ഞാൽ ചെറിയ മുറി എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. അതായത് കുഞ്ഞു കുഞ്ഞു കുറേ അറകൾ അദ്ദേഹം ആ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ കണ്ടു. അപ്പം അതിനാണ് അദ്ദേഹം സെൽ എന്ന് പേരിട്ട് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അദ്ദേഹം കണ്ടുപിടിച്ച കോശം സെല്ലുല അല്ലെങ്കിൽ സെല്ല എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ലാറ്റിൻ വേർഡാണ്. അപ്പോൾ അതിന് 1665 അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കോശവിജ്ഞാനീയത്തിൻ്റെ അല്ലെങ്കിൽ സൈറ്റോളജിയുടെ പിതാവായിട്ട് റോബർട്ട് ഹുക്കിനെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മൈക്രോഗ്രാഫിയ. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാനുള്ളത്, ഇദ്ദേഹം കണ്ടുപിടിച്ച കോശത്തിന് ജീവൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ജീവനുള്ള കോശത്തിനെ ആദ്യമായി കണ്ടെത്തിയ ആളാണ് ആന്റൺ വാൻ ലീവൻഹുക്ക്. ഓക്കെ, ആന്റൺ വാൻ ലീവൻഹുക്കാണ് ജീവനുള്ള കോശത്തിനെ ആദ്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ആളാണ് MJ. നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് ആൾക്കാരുടെ പേരാണ് ആദ്യം പഠിക്കാനുള്ളത്. ഓരോ ആൾക്കാർ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളത് ഒരു ബേസ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആന്റൺ വാൻ ലീവൻഹുക്കിനെ പറഞ്ഞു ജീവനുള്ള കോശങ്ങളെ കണ്ടുപിടിച്ചതാണ്. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് MJ ഷ്രേഡൻ ആണ്. MJ ഷ്രേഡൻ എന്താ കണ്ടുപിടിച്ചേ? എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചു. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചത് MJ ഷ്രേഡൻ അല്ലെങ്കിൽ മാത്തിയാസ് ജേക്കബ് ഷ്ലേഡൻ. മാത്തിയാസ് ജേക്കബ് ഷ്ലേഡൻ ആണ് MJ ഷ്രേഡൻ. ഓക്കെ, 1838 അദ്ദേഹം കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത അതിൻ്റെ ബാക്കിയായിട്ട് വേറൊരാളൊരു പരീക്ഷണം ചെയ്തു. എന്നിട്ട് കണ്ടുപിടിച്ചു എല്ലാ ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണ്. തിയോഡർ ഷ്വാൻ. ഷ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അരയന്നത്തിന് ഷ്വാൻ എന്ന് പറയില്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധിപ്പിച്ച് ജന്തുക്കൾ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ബന്ധിപ്പിച്ച് കൊണ്ടുവരാം. അപ്പോൾ തിയോഡർ ഷ്വാനാണ് കണ്ടുപിടിച്ചത് ജന്തു ശരീരങ്ങളെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുകയുണ്ടായി. അതിനാണ് നമ്മൾ കോശ സിദ്ധാന്തം എന്ന് പറയാം. MJ ഷ്ലീഡനും തിയോഡർ ഷ്വാനും ചേർന്ന് ആവിഷ്കരിച്ച ഒരു സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് 2 പോയിന്റുകളാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എല്ലാ ജീവശരീരവും കോശത്താൽ നിർമ്മിതമാണ്. ജന്തുക്കളായാലും സസ്യങ്ങളായാലും എല്ലാ ജീവശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് ഈ കോശ സിദ്ധാന്തത്തിലെ ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്, കിട്ടിയല്ലോ. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ
അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കോശ സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്നത്. ഈ കോശ സിദ്ധാന്തത്തിന് ഒരു പോരായ്മയുണ്ട്. ഇവര് ഒരു കാര്യം പറഞ്ഞില്ല, എങ്ങനെയാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇവരൊന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കോശ സിദ്ധാന്തത്തിനെ പരിഷ്കരിക്കേണ്ടതായിട്ടില്ലേ? അപ്പോൾ അത് പരിഷ്കരിച്ച് പുതിയൊരു സിദ്ധാന്തം കൊണ്ടുവന്ന ഒരാളാണ് റുഡോൾഫ് വിർഷോ എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരിഷ്കരണം നടന്നത് 1855-ലാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താണ് അതിൽ പറഞ്ഞത്? നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് റുഡോൾഫ് വിർഷോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആശയം. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം മലയാളിയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഒമിനി സെല്ലുല ഈ സെല്ലുല. ഓക്കെ, അപ്പോൾ ഈ ഒരു സെന്റൻസ് തന്നിട്ട് ഇതാരെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ റുഡോൾഫ് വിർഷോന്റെ ഇതാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശം ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണിത്. ഓക്കെ, ഇനിയുള്ളത് കോശ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരാത്ത ഒരു ജീവവർഗമാണ് വൈറസ് എന്ന് പറയുന്നത്. വൈറസ് കാണുന്നുണ്ടോ? കോശ സിദ്ധാന്തത്തിന്റെ പരിധിയിൽ വരാത്ത ജീവവർഗമാണ് വൈറസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വൈറസിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് കോശസ്തരമില്ല, അതിന് ന്യൂക്ലിയസ് ഇല്ല, അതിൻ്റെ അകത്ത് കോശാംഗങ്ങളില്ല. ഓക്കെ, നമുക്കൊരു കോശം എന്ന് പറയുമ്പോൾ അറിയാലോ, അതിനുള്ളിൽ കുറേ കുഞ്ഞു സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും ഇനി വരുന്ന ക്ലാസ്സിൽ. അപ്പം അതിനാണ് നമ്മൾ കോശാംഗങ്ങൾ എന്ന് പറയാം. അതിനൊരു പുറത്തൊരു ആവരണമൊക്കെ ഉണ്ട്, കോശസ്തരമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മമുണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് ആണ് മർമ്മം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് വരുന്ന ക്ലാസ്സിൽ. ഈ വൈറസ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊന്നുമില്ല. ഓക്കെ, വൈറസിന് ആകെയുള്ളത് എന്താ? ഒരു പ്രോട്ടീനെ കൊണ്ടുള്ള ഒരു കവചമുണ്ട്. ഇതിൻ്റെ അകത്ത് മറ്റേ ജനിതക വസ്തുക്കൾ എന്ന് പറയുന്ന RNA or DNA അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമുണ്ട്. ഈ വരച്ചിരിക്കുന്നത് സെൽവാളും കോശസ്തരമൊന്നും അല്ല, ഇത് ഒരു പ്രോട്ടീൻ കവചമാണ്. ഓക്കെ, പ്രോട്ടീൻ കവചം ഇതെന്ന് പറയുന്നത് ജനിതക വസ്തു. ഇനി വൈറസിന് ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലല്ലാത്ത സമയത്ത് ഇതിന് ജീവനും കാര്യങ്ങളൊന്നുമില്ല. ഒരു ജീവകോശത്തിൽ എത്തിയാൽ മാത്രമേ അതിനൊന്ന് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ജീവകോശത്തിൽ എത്തിയാൽ അത് നമ്മുടെ സംവിധാനം, നമ്മുടെ ജനിതക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് പെരുകുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിന് വെറുതെ നിന്നാൽ ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ജീവകോശത്തിൽ എൻട്രി ആയി കഴിഞ്ഞാലാണ് ഇതിന് പെരുകാൻ സാധിക്കുന്നത്. അതെ, ഇനി അടുത്തത് പറയുന്നത് ഏകകോശ ജീവികൾ. ഏകകോശ ജീവികൾ എന്താ? ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ ഒരു കോശം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. അത് ആ പേരിൽ തന്നെ ഉണ്ടല്ലോ, അതിനെയാണ് ഏകകോശ ജീവികൾ എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബാക്ടീരിയ, അമീബ, പാരമീസിയം ഒക്കെയാണ്. ഓക്കെ, ബാക്ടീരിയ, അമീബ, പാരമീസിയം. ഇനിയുള്ളത് ബഹുകോശ ജീവികൾ. ബഹുകോശ ജീവികൾ എന്താ? ഒന്നിലധികം കോശങ്ങളുണ്ട്. നമ്മൾ തന്നെയാണ് അതിന് എക്സാമ്പിളും. ഓക്കെ, ജന്തുക്കൾ, സസ്യങ്ങൾ. ഇതിൽ വരുന്ന ഒരു ഫംഗസ് എന്ന് പറഞ്ഞൊരു വിഭാഗം കൂടി ഇതിനകത്ത് വരും. പക്ഷെ അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ഫംഗസിന്റെ അകത്ത് തന്നെയുള്ള ഈസ്റ്റ് ഏകകോശ ജീവിയാണ്. അത് അതിൻ്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫംഗസ് വരുന്നത് ബഹുകോശത്തിലാണ്, പക്ഷെ അതിനകത്തുള്ള ഈസ്റ്റ് മാത്രം ഏകകോശത്തിൻ്റെ അകത്താണ് വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതൊരു എക്സെപ്ഷൻ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോശത്തിനെ കുറിച്ച് കുറച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കാം. അത്ര ഡീപ്പ് പോകുന്നില്ല, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോവാം. അപ്പം ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ഒന്നാമത്തേത് കോശസ്തരം. കോശസ്തരം എന്താ? കോശസ്തരം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. കോശത്തിന് പുറത്തുള്ള കോശത്തിന്റെ ആവരണത്തിനെയാണ് നമ്മൾ കോശസ്തരം എന്ന് പറയുന്നത്. ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ. പ്രോട്ടീൻ ആണേ. ഓക്കെ, കോശസ്തരം നിർമ്മിച്ചിരിക്കുന്നത് ലിപ്പിഡുകളും പ്രോട്ടീനുകളും കൊണ്ടാണ്. ഓക്കെ, ഈ കോശസ്തരത്തിന്റെ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക എന്ന് പറഞ്ഞിട്ട് ഒരു മോഡൽ ഉണ്ട്. അത് എന്താണെന്നുള്ളതൊന്നും നിങ്ങൾ പഠിക്കേണ്ട. ആ ഒരു ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ മുന്നോട്ട് വെച്ചത് സിംഗർ
ആൻഡ് നിക്കോൾസൺ. സിംഗർ ആൻഡ് നിക്കോൾസൺ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ കേട്ടോ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ മുന്നോട്ട് വെച്ചത് സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ്. അപ്പോൾ ഈ ജസ്റ്റ് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതിപ്പം ഒരു ജന്തുകോശമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പുറത്തുള്ള ആവരണത്തിനാണ് നമ്മൾ പറയുക കോശസ്തരം. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, അല്ലെങ്കിൽ മർമ്മമുണ്ട്. മർമ്മം എഴുതാം മലയാളത്തിൽ. ഓക്കെ. പക്ഷേ ഇനി നമ്മൾ സസ്യത്തിൻ്റെ കേസ് പോകുമ്പോൾ അവിടെ കോശസ്തരം ആയിരിക്കില്ല കാണുക, അവിടെ ഉള്ളത് കോശഭിത്തിയാണ്. ഓക്കെ. സസ്യത്തിൻ്റെ കേസ് ആകുമ്പോൾ ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്, കോശസ്തരം ഉണ്ട്, പക്ഷെ അതിന് പുറമേ ആയിട്ട്, ഞാൻ വരച്ചത്ര ശരിയായില്ല, അതിന് പുറമേ ആയിട്ടൊരു കട്ടിയുള്ള പാളിയും കൂടി ഉണ്ട്, അതാണ് കോശഭിത്തി. കോശഭിത്തിയുടെ അകത്താണ് കോശസ്തരം കാണുന്നത്, അതിൻ്റെ ഉള്ളിലാണ് ബാക്കി കോശാംഗങ്ങളും ന്യൂക്ലിയസും ഒക്കെ കാണുന്നത്. ഫാനുണ്ട്, അങ്ങനെ കുറേ കോശാംഗങ്ങളൊക്കെ ഉണ്ട്. മൈറ്റോകോൺട്രിയ, ഗോൾഗി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോശാംഗങ്ങൾ ഇതിൻ്റെയൊക്കെ അകത്തുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ഈ കോശസ്തരത്തിന് നമ്മൾ പ്ലാസ്മ സ്തരം എന്നും കൂടെ പറയും. അതായത് കോശത്തെ പൊതിയുന്ന ഒരു വഴക്കമുള്ള ഒരു പാളിയാണത്. പദാർത്ഥങ്ങൾ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും കോശത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഈ കോശസ്തരത്തിലേക്കൂടെയാണ്. ഓക്കെ. പക്ഷേ ഈ കോശസ്തരത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാ പദാർത്ഥങ്ങളെയും ഉള്ളിലേക്ക് കടത്തി വിടില്ല. ഓക്കെ. സെലക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്തരത്തിനെ പറയുന്ന പേരാണ് വരണധാര്യ സ്തരം, അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ. വരണധാര്യ സ്തരം. ഓക്കെ. വരണധാര്യ സ്തരം അല്ലെങ്കിൽ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് നമ്മൾ ഈ കോശസ്തരത്തിനെ പറയുന്നത്. ഇനി ഒരു സസ്യകോശത്തിൻ്റെ ഏറ്റവും പുറമെയുള്ള ഭാഗം എന്താണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? കോശഭിത്തിയാണ്, അല്ലെങ്കിൽ സെൽ വോളാണ്. ഓക്കെ. അപ്പോൾ സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന കട്ടിയേറിയ ജീവനില്ലാത്ത ആവരണമാണ് കോശഭിത്തി എന്ന് പറയുന്നത്. ഓക്കെ. സസ്യങ്ങളുടെയും ഫംഗസുകളുടെയും കോശത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന കട്ടിയേറിയ ജീവനില്ലാത്ത ആവരണമാണ് കോശഭിത്തി എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന ഏത് വസ്തു കൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. സസ്യം സെല്ലുലോസ്. ഓക്കെ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഫംഗസിന്റെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ കൊണ്ടാണ്. ഓക്കെ. കൈറ്റിൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സംശയമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോഴ്സ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ വീണ്ടും കാണുന്നവരെ